കൊച്ചി മൂന്നാർ ധനുഷ്കോടി ദേശീയപാതയിലെ ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിൽ. കനത്ത മഴയെ തുടർന്നാണ് പാറക്കല്ലുകളടക്കം റോഡിലേക്ക് വീണത്. കൊച്ചി മൂന്നാർ ധനുഷ്കോടി ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കുക. ഈ സമയത്ത് ഒപ്പം തന്നെ ഇന്ന് രാത്രിയും ഈ ഭാഗത്തുകൂടി, അതായത് കൊച്ചി മൂന്നാർ ധനുഷ്കോടി ദേശീയപാതയിലൂടെ യാത്ര പോകുന്നവർ അത്യധികം ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. കൊച്ചി മൂന്നാർ ധനുഷ്കോടി ദേശീയപാതയിലെ ഗ്യാപ്പ് റോഡിൽ അതിശക്തമായിട്ടുള്ള മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. കനത്ത മഴയെ തുടർന്നാണ് ഇവിടെ മണ്ണിടിഞ്ഞിരിക്കുന്നത്. ഈ മണ്ണിടിച്ചിലിൽ പാറക്കല്ലുകൾ അടക്കം റോഡിലേക്ക് വീണിട്ടുണ്ട്. ഗതാഗതം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തടസ്സം ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഈ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് താഴെ യാത്രക്കാരുണ്ടായിരുന്നോ, വാഹനങ്ങൾ പോയിരുന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. കൊച്ചി മൂന്നാർ ധനുഷ്കോടി ദേശീയപാതയിലെ ഗ്യാപ്പ് റോഡിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. കനത്ത മഴയെ തുടർന്നാണ് പാറക്കല്ലുകളടക്കം റോഡിലേക്ക് വീണത്. ഇനിയും അവിടെ മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ട്. ഈ ഭാഗത്തുകൂടി യാത്ര പോകുന്നവർ വലിയ കരുതൽ പുലർത്തേണ്ടിയിരിക്കുന്നു. കൊച്ചി മൂന്നാർ ധനുഷ്കോടി ദേശീയപാതയിലെ ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിൽ. കനത്ത മഴയെ തുടർന്ന് പാറക്കല്ലുകളടക്കം റോഡിലേക്ക് വീണിരിക്കുന്നു. മണ്ണിടിച്ചിൽ എന്ന് പറയുമ്പോൾ അത് മണ്ണ് മാത്രമല്ല, പാറക്കല്ലുകളടക്കം വീണിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറും മണ്ണായിട്ടല്ല ആ വീഴ്ച, അതിശക്തമായിട്ടുള്ള പാറക്കൽ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ആ സമയത്ത് അവിടെ വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് ആ ദൃശ്യത്തിൽ നിന്ന്, അതുമായി ലഭിച്ച ഏറ്റവും പുതിയ ഫോട്ടോകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കരിങ്കൽ കഷ്ണങ്ങൾ അടക്കം ഉരുൾപൊട്ടി എന്നതുപോലെ പതിച്ചിരിക്കുകയാണ് റോഡിലേക്ക്. ഇതിന് സമാനമായിട്ട് ഇനിയും വീഴാൻ സാധ്യതയുണ്ട്. കനത്ത മഴയിൽ മുകൾ ഭാഗം കുതിർന്നിരിക്കുകയാണെങ്കിൽ അപകട സാധ്യതയുണ്ട്. ഓർക്കുക, കൊച്ചി മൂന്നാർ ധനുഷ്കോടി ദേശീയപാതയിലെ ഗ്യാപ്പ് റോഡിലൂടെ യാത്ര ചെയ്യുന്നവരും ഇനി യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നവരും ഇന്ന് രാത്രിയൊക്കെ ആ വഴി പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നവരും കൃത്യമായിട്ടുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ തേടിയതിനു ശേഷം മാത്രം യാത്ര പുറപ്പെടുക. ഇവിടെ നിന്ന് ഈ കരിങ്കൽ കഷ്ണങ്ങളും മറ്റും എടുത്തു മാറ്റി യാത്ര സുഗമമാക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും യാത്ര സുഗമമാകുമോ എന്ന് പറയാറായിട്ടില്ല. മുകളിൽ നിന്ന് വീണ്ടും ഇതേപോലെ മണ്ണിടിച്ചിൽ പാറക്കഷ്ണങ്ങളടക്കം ഉള്ളവ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതുകൊണ്ട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു.